കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. സാധാരണക്കാർക്കും നിക്ഷേപകർക്കും ഒരുപോലെ ആശ്വാസം പകരുന്ന റിപ്പോർട്ടുകളാണ് വിപണിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയർന്ന സ്വർണ്ണവിലയാണ് ഇന്ന് കുത്തനെ താഴ്ന്നത്. ഇന്നലെ ഒറ്റയടിക്ക് പവന് 2990 രൂപ വർദ്ധിച്ച് റെക്കോർഡുകളിലേക്ക് നീങ്ങിയ സ്വർണ്ണവിലയിൽ ഇന്ന് 1720 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ വിലക്കുറവോടെ സംസ്ഥാനത്ത് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,885 രൂപയായി. ഒരു പവൻ സ്വർണത്തിന് 1,11,080 രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക്. ഇന്നലെ ഇത് 1,12,800 രൂപ എന്ന ഉയർന്ന നിരക്കിലായിരുന്നു. ഈ മാസം ഏപ്രിൽ 2-ന് രേഖപ്പെടുത്തിയ 1,09,240 രൂപയാണ് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. അസ്ഥിരമായ വിപണി സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. 2026-ന്റെ തുടക്കത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകൾ താണ്ടിയിരുന്നു. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമാണ് കേരളത്തിലെ ഇതുവരെയുള്ള റെക്കോർഡ്. അവിടെ നിന്നുമാണ് വിപണി ഇപ്പോൾ ഏകദേശം 1,10,000 രൂപയുടെ അടുത്തെത്തിയിരിക്കുന്നത്. അതേസമയം വെള്ളിവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം വെള്ളിക്ക് 260 രൂപയും 1 കിലോയ്ക്ക് 2,60,000 രൂപയുമാണ് നിരക്ക്. ആഗോള വിപണിയിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണ വിലയെയും നിയന്ത്രിക്കുന്നത്. പ്രധാനമായും 3 ഘടകങ്ങളാണ് ഇപ്പോഴത്തെ വിലയിടിവിന് പിന്നിലുള്ളത്. ഒന്ന്, പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിലും ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ധന കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ തയ്യാറായത് ആഗോള വിപണിക്ക് വലിയ നഷ്ടമായി. ഇത് എണ്ണവിലയിലെ അനിശ്ചിതത്വം കുറയ്ക്കുകയും നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് പിന്മാറാൻ കാരണമാവുകയും ചെയ്തു. 2, അന്താരാഷ്ട്ര വിപണിയിൽ US ഡോളർ കരുത്താർജിക്കുന്നത് സ്വർണത്തിന് തിരിച്ചടിയാവുകയാണ്. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ചിലവേറിയതാകും. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താത്തതും നിക്ഷേപകരെ സ്വാധീനിക്കുന്നുണ്ട്. പലിശ നിരക്ക് കുറയ്ക്കുന്ന സാഹചര്യം വന്നാൽ മാത്രമേ സ്വർണ്ണവിലയിൽ ഇനി വൻ കുതിപ്പുണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നീളുകയും ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്താൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നേക്കാം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ അത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കും. എന്നാൽ നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ വിജയിച്ചാൽ വില ഇനിയും താഴാൻ സാധ്യതയുണ്ട്. വിവാഹ സീസണും തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തിയ ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്.